അവന്റെ മോഹൻലാലിനെ കൊണ്ട് വെക്കാൻ കണ്ട സ്ഥലം എന്റെ കടയിൽ തന്നെ. വേണ്ടാത്ത പണിയാ, അങ്ങേര് വന്നാ വെച്ചേക്കൂല. ഇത് ഇട്ടി വാങ്ങിക്കും. ആരെ? ഞാൻ വാങ്ങിക്കും. വേണ്ട കരിപ്പാവും. കരി തേക്കണമെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ പോസ്റ്റ് ഉണ്ടല്ലോ, അതിലാദ്യം തേക്ക്. ഇത് കല. അത് കള. എടാ, ഇത് എന്റെ കടയുടെ ചുമര. ഞാൻ ഇഷ്ടമുള്ളവരെ ചെയ്യും. കണ്ട അവന്റെ ഒന്നും പോസ്റ്റ് ഒട്ടിക്കാനുള്ള സ്ഥലമല്ലത്. കളിക്കണം നമ്മുടെ അടുത്ത്. തോന്നിയാസം കാണിച്ച നീ लाल सलाम. ഈ പോസ്റ്റർ നീ കഴുകുവോ അതോ ഞാൻ തന്നെ കഴുകണം? അതിപ്പോ രണ്ടിനായാലും നീ വേറെ തന്തയ്ക്കായിരിക്കണം. കൊച്ചിലെ മുതൽ കണ്ടു വളർന്ന മുഖ സ്വന്തം അണ്ണനെ പോലെ സഹിക്കൂല. എന്റെ മമ്മക്ക ഒന്ന് പറഞ്ഞു കൊടുക്ക് യവന്മാരോട്. കഴുകടാ. പെരട്ടാതെ പോടാ. തള്ളെ കരി. സോറി മമ്മൂക്ക് തന്നതാ. അടിക്കരുത്, ഞാൻ കളരിയാണ്. ചാടിക്കുത്തി ചവിട്ടുമാർ തീർത്തുമാർ വലത്തടിച്ച അമ്മച്ചാണ് എന്നെ അടിക്കരുത്. ഇതാര് ചെളിയിന്ദ്രനാഥ ടാഗോറോ? ദേവി, ഞാൻ അർപ്പിക്കുന്നു. എന്നെ വേണേ ചവിട്ടി പിടിച്ചിട്ട് ആ വിക്കിങ് താനെ. ഇത് ഈ മാസം 3ാമത്തെ വിക്കാ. നീ മതം പൊട്ടി ചാവുള്ളൂടാ ആനയുടെ മോനെ. അയ്യോ, തീർന്നു. എല്ലാം ഓക്കെ ആയി. ഇനി എന്നെ അടിക്കാൻ പാടില്ല. എന്താണ് അടിച്ച? ഞാൻ തോറ്റു. തോറ്റാ പിന്നെ അടിക്കാൻ പാടില്ല. എടുക്കടാ. ഇന്നൂല്ല തള്ളേ തരാം. കല്യാണം കഴിക്കാറാക്കി പറ, കുഞ്ചാക്കോനെ അറേഞ്ച് ചെയ്ത് തരാം. ശവം നിന്റെ തള്ളക്കാടാ. ഞാനേട്ടാ തേച്ച് കുളിപ്പിക്കണ. ശരിക്കും തേക്കടാ. എന്നാ പിന്നെ നിനക്ക് തന്നെ വെച്ചുവിടും. കഴുകടാ. കഴുകുവാടാ. കഴുകാണ്. സോറി അണ്ണ, പിള്ളേര് അറിവില്ലായ്മ കൊണ്ട്. കഴിഞ്ഞ 25 കൊല്ലായിട്ട് അണ്ണൻ ഇവിടെ ഉണ്ട്. ഇനിയുള്ള 25 കൊല്ലവും അണ്ണൻ ഇവിടെ തന്നെ കാണും. നമ്മളും കൂടെ തന്നെ ഉണ്ടാവും. ആക്ഷൻ. കളഞ്ഞ് അടിവാതിലും തുറന്ന് വന്നിരിക്കണം കടവാവില്. ഡയലോഗ് ഡയലോഗ്. ഞാൻ അവളെ പ്രേമിക്കുന്നു സാർ. ഉള്ളിന്ന് വരട്ടെ, ഉള്ളിന്ന് വരട്ടെ. പറയണ്ടല്ലോ. ചിരിക്കണ്ട മോനെ.
മാമന്റെ മുഖത്തൊന്നും മോൻ കണ്ടില്ലേ? അതിന് മാമന്റെ മുഖത്ത് എന്തോന്നാ പറയണത്? എടാ ഭാവം ഭാവം അഹംഭാവം. നീ വായിച്ചു കൊടുത്താൽ മതി, ഡയറക്ഷൻ ഞാൻ ചെയ്തോളാം. നീ ഡയലോഗ് പറയും. ഞാൻ അവളെ പ്രേമിക്കുന്നു സാർ. എടാ നീ ഒരു കാമുകനല്ലേ, നെഞ്ചങ്ങട്ട് വിരിയട്ടെ വിരിയട്ടെ. മൊട്ടേന്ന് വരിയാത്ത ചെക്കൻ്റെ അടുത്തല്ലേ നെഞ്ചുരിക്കാൻ പറയണത്. ഡയലോഗ് പറയടാ. മാഡത്തിൽ നിന്ന് തന്നെ അർത്ഥം മാറ്റാൻ സാറിന് കഴിയൂല സാർ. ഈ കത്തി എനിക്ക് വേണ്ട സാർ. അയ്യോ, എനിക്ക് സമ്മാനം കിട്ടിയ പേന. എന്റെ അമ്മച്ചി. എടാ കുരുത്തം കേട്ടവനെ, നീ കത്തിക്കോനെ എന്റെ പേനാണോ എടുത്തോണ്ടേ? ഓടാ, അവന്റെ ഒരു മിമിക്രി മോണാക്കി. നിന്റെ അച്ഛനോട് ഉണ്ടായിരുന്നെങ്കിൽ അയാളെ കൊണ്ടേ കാണിച്ചാൽ നിനക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയനെ. എടാ ഒരു പേന എന്നല്ലോ, അവൻ കൊച്ചല്ലേ. എനിക്ക് കിട്ടിയ സമ്മാനം അത്, എന്റെ കരിഷ്. ആരെ? അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. സോറി പെങ്ങളെ, അളിയനെ ഞാൻ മനസ്സിൽ തെണ്ടിന്ന് വിളിച്ചു. ബസുമതി ഭാർഗവൻ പേര് കേട്ടാ തോന്നും ഏതോ അപ്സരസാണെന്ന്. ബസുമതി നാട്ടിലുള്ള സകല അലവലാദികളെ പൂവാൽമാരെ പൊക്കിക്കൊണ്ടെല്ലാം പറഞ്ഞേക്കുന്ന രസായി. നീ ഒരിക്കലും ഒരു അലവലാദിയല്ലെന്ന് ഞാൻ പറഞ്ഞു കേട്ടാ. അപ്പൊ ഞാനാര്? പൂവാലന അല്ല, നീ കോളേജിലെ പ്രിൻസിപ്പാളല്ലേ? അതല്ല നീ ഇവിടെ കിടന്ന് റാഗി പറക്കണത്. ചെമ്പരന്ത് വേജത് വണ്ടിയിലോട്ട് കയറി. അപ്പൊ വേലുണ്ണം പറയണത് ഞാൻ നിയമത്തിന് മുമ്പിൽ കീഴടങ്ങണം എന്നാണോ? ശരി, വിധി അതാണെങ്കിലേ ദാ വിലം കണിയിച്ചു കൊണ്ടുപോകണം. വിലങ്ങ് വെച്ച് ആറാട്ട് കിടന്ന നീ ദാബൂദ് ഇബ്രാഹിമ വന്ന് വണ്ടിയിലോട്ട് കയറാൻ പറ്റി. മതി 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 മതി, ബാക്കി നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് സംസാരിക്കാം. എന്റെ നീ പറയണ. നീ നമ്മുടെ പുതിയ എസ്ഐ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ പോസ്റ്ററിലൊക്കെ എഴുതിയേക്കണ പോലത്തെ ആളാണ്. കാര്യരുമ്പിന്റെ കരുത്തും കുട്ടികളുടെ മനസ്സും. ഞാൻ കേട്ട് തിരിച്ചാ. കാര്യരുമ്പിന്റെ മനസ്സും കുട്ടികളുടെ കരുത്തുന്നാ. ഇടി കിട്ടോ? കിട്ടിയാലേ നീ വരുള്ളൂ. ചിലപ്പോ ഒരു ഉമ്മൻ തരും. കേരള വണ്ടിയിലോട്ട്. കാക്കിയൊക്കെ ഒരു വെച്ചിട്ട് ദളവാ തെരുവിലോട്ട് വരുവേ. പിന്നെ ഇത് ഞാൻ കുളിക്കുമ്പോ പോലും ഊരില്ല. എന്നെ കിട്ടി. പേരെന്താടാ? ശിവൻകുട്ടി. മുഴുവൻ പേരും പറയടാ. ബി ശിവൻകുട്ടി. ബി ഫോർ ബാറ്റ്. എ ഫോർ ആപ്പിൾ ആകുമ്പോ ബി ഫോർ ബാറ്റ് അല്ലല്ലേ? പോടോ. അച്ഛന്റെ പേര് പറയടാ. ഭരതൻ. കാളഭാസ്കരനെ സാക്ഷി പറഞ്ഞ ബി ശിവൻകുട്ടി നീയാണോ? അങ്ങനെ ഒരു അബദ്ധം കാണിച്ചു സാർ. ബി ശിവൻകുട്ടി. സിനിമാ പോസ്റ്റർ ഒട്ടിപ്പും ബ്ലാക്കിൽ ടിക്കറ്റ് സെയിലും പണി. അച്ഛൻ പണ്ടെങ്ങോ നാട് വിട്ടുപോയി സന്യാസിയായി. അമ്മ ഉണ്ട് സാർ. സാറിനെങ്ങനെ അറിയാം? സ്ഥലത്തെ പ്രധാന ദിവ്യനല്ലേ? കാളഭാസ്കരനെതിരെ സാക്ഷി പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് മാനം കാത്ത ധീരൻ. അപ്പൊ പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിരിക്കണ്ടേ? സൂക്ഷിക്കണം. ഇരയെ ചൂണ്ടയിടാതെ തന്നെ പിടിക്കാൻ അറിയാവുന്നൊരുത്തനവൻ. പേടിക്കണ്ട. ഈ കാര്യത്തിൽ എന്തെങ്കിലും ആവശ്യം വന്നാ എന്നെ ഒന്ന് കാണാം. എന്ന് കരുതി തലേ കയറി തൂറാനാണ് ഭാവമെങ്കിൽ ഇടിച്ചതിന്റെ നട്ട. സാർ കേരളികൾ ഇത് നിനക്ക് അകത്ത് കയറാൻ താലം പിടിക്കണം. ഇങ്ങോട്ട് കേറ കള്ളക്കഴും. ദൈവത്തോർത്ത് നീ പേടിക്കണത് പോലെ കാണിക്കണേ, എന്നാലേ സ്റ്റേയുടെ മുമ്പിൽ എനിക്ക് വില ഉണ്ടാവുള്ളൂ. ഇങ്ങനെ കേറാ. വെറുതെ വയസ്സാം കാലത്ത് എന്റെ കൈക്ക് പണി ഉണ്ടാക്കാനായിട്ട് ഓരോ കെട്ടിയെടുക്കും. സാറേ എന്തേ? സാറങ്ങ് തലശ്ശേരിലായിരുന്നപ്പോ നാട്ടുകാർ വിളിച്ചിരുന്ന കപിൽ ദേവ് എന്നാണെന്ന് കേട്ടിട്ടുണ്ട്. മുഖം നോക്കാതെ എല്ലാ ബോളും അടിക്കണ കപിൽ ദേവ്. നമ്മളെയൊക്കെ അടിച്ചാൽ ഗാലറി കയറ്റിയല്ലേ. അത്യാവശ്യം അടിക്കേണ്ട ബോൾ വന്നപ്പോ സാറതങ്ങ് വിടുകയും ചെയ്തു. ഇതൊന്നും സാക്ഷാൽ കപിൽ ദേവ് പോലും പൊറുക്കൂല സാറ്. അവനെ ഗ്രൗണ്ടിലേക്ക് ഇറക്കിയേക്കാം. സാർ ഇങ്ങോട്ട് വളരെ കള്ള കഴിവ് ചെന്ന് പ്രസാദം മേടിച്ചോ. ചെല്ലി ചെല്ലി. ഓവർ തികയാണ്ട് ലോക്കപ്പിൽ കയറി. ഇതാണ് കുഴപ്പം. ചെല്ലി റെസ്റ്റ് എടുത്തു. ചെല്ലി. തിരിച്ചു വേണ്ട തിരിച്ചു വേണ്ട. SI സാർ നിനക്ക് തരാൻ വേണ്ടി തന്നയച്ചതാണ്. ഇതൊരു മാതിരി അമ്മയുടെ മീറ്റിംഗ് പോലെ അല്ല. അമ്മയ്ക്ക് പറയുന്നത് സിനിമാക്കാരും അമ്മേരും ചേമ്പറിനും കാര്യം ഞാൻ പറഞ്ഞത്. അടി തിരിച്ചടി കെട്ടിപ്പിടുത്തം. എനിക്ക് ഇടിയിട്ടേനെ നീ എന്തിനു കയറണം? മാറി തള്ളേ വേണ്ട. അവന്റെ വയറ്റിൽ അമിട്ട് പൊട്ട പോലെ പൊട്ടിച്ചത്. ദ്വാണ്ട തൊണ്ടി മേശപ്പുറത്തിരിപ്പുണ്ട് ഒരു ചീപ്പ് ഒരു കണ്ണാടി. എനിക്കിന്ന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഷൂട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ജയിലറയ്ക്കുള്ളിൽ ക്രൂശിക്കപ്പെട്ട മമ്മൂക്കയത് എത്രയെത്ര കഥാപാത്രങ്ങൾ. യാത്ര, നിറക്കൂട്ട്, ന്യൂഡൽഹി. സഹിക്കാൻ പറ്റൂല. അതെ, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ലാലേട്ടൻ അകത്തായിരിക്കില്ല, പുറത്തായിരിക്കും. പോലീസായിട്ടാ? എന്താ പോലീസായാലും അപ്പഴേ ചേട്ടാ പോലീസെ പിടിച്ച് കളിക്കണ്ട. മമ്മൂക്ക പോലീസ് വേഷം ചെയ്യണ അത്ര ഏതാവും ചെയ്താലും പറ്റില്ലടാ. അങ്ങനെ കാക്കിയൊക്കെ ഇട്ട് വന്ന എന്താണടാ പൗരുഷം? പൗരുഷം ഒന്ന് പോടെ. പൗരുഷം കാണുന്ന ഞങ്ങളുടെ ലാലേട്ടൻ, മംഗലശ്ശേരി നീലകണ്ഠൻ, ആട് തോമ, പൂമുള്ളി ഇന്ദുചൂടൻ, അങ്ങേര് മീശയും പിരിച്ച് മുണ്ടും മടക്കി കുത്തി വന്ന മമ്മൂട്ടി മോഹൻലാൽ നിന്റെ തന്തമാരാണ്.
ഇപ്പൊ തീരുമാനം ഉണ്ടാക്കി തരാം. പറയടാ, നീ അല്ലേ ഇവിടുത്തെ സിനിമാക്കാരൻ? മമ്മൂട്ടിയാണോ വലുത്, മോഹൻലാൽ വലുതെന്ന് പറയടാ. മോഹൻലാൽ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ വലുതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ജയന്റെ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇടിലൻ സാമ്പാർ, ഇടിവെട്ട അച്ചാറ്. ഇവളൊരു സൂപ്പർ സ്റ്റാർ തന്നെ. അല്ല, മാമൻ എവിടെ? മാമൻ ആകാശത്ത്. അമ്പിളി മാമനല്ലേ? മാമൻ വലിയ തമാശക്കാരനാ. അതേടാ, ഞാൻ ജോക്കറാ. നിങ്ങൾ കഴിക്കുന്നില്ലേ? നമ്മൾ കഴിക്കാനല്ലല്ലോ അവളെ കൊണ്ടാക്കി വെച്ചിരിക്കുന്നത്. കേട്ടാ മാമ? ഓ, ഇത് നല്ല ബെസ്റ്റ് ഫുഡാ. പണിയെടുത്ത് ഉണ്ടാക്കി കൊണ്ടുവന്ന് വേറെ ആളല്ലേ, അതുകൊണ്ടാ ഇത്ര ടേസ്റ്റ്. അല്ല, ഇത് ഉണ്ടാക്കിയാളുടെ കൈപ്പുണ്യേ. എന്തായാലും ഇവിടെ കിട്ടുന്നവന്റെ വയറ്റ് ഭാഗ്യ. അത് ശരി. അപ്പൊ നിന്റെ ഉദ്ദേശം? അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പോണം. അമ്മാവാ, നമുക്ക് ഇവിടെ നല്ലൊരാളുടെ കൈ പിടിച്ചേൽപ്പിക്കണം. എഴുന്നേക്കടാ. നിങ്ങൾ എന്തായി പറയണേ? ഊണ് കഴിച്ചോണ്ടിരിക്കുന്ന ചെറുക്കനെ നീ ഊട്ടിക്കോ. ഇവൻ ആളാരെന്ന് നിനക്കറിയാവോ? സ്വന്തം അമ്മാവന്റെ മോളെ കെട്ടാൻ സ്ത്രീധനമായിട്ട് മോട്ടോർ സൈക്കിൾ ചോദിച്ചവനാ. മോട്ടോർ സൈക്കിളാ? ഞാനാ? ഇല്ലടാ, നീ പറഞ്ഞില്ലടാ. ഇവൻ പറഞ്ഞു, നീ പറഞ്ഞില്ലടാ. അല്ല, അത് ഞാൻ എൻ്റെ ഒരു കല്യാണമാകുമ്പോ എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് കരുതി. നമുക്കൊരു അന്തസ്സൊക്കെ ഇല്ലേ? അന്തസ്സ ഇവന്റെ അടുത്താ. 10ാം ക്ലാസ്സിൽ 2 കൊല്ലം തോറ്റ് ഇവന്റെ അടുത്താ. ഉള്ള ചുവര് മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ച് വൃത്തികേടാക്കണേ ഇവന്റെ അടുത്താ. ഇവിടെ നല്ല വേറെ പയ്യന്മാരെ കിട്ടാത്തോണ്ടല്ല, ഇവിടെ തങ്ങീന്ന് പറയുന്ന പാർവതി ഉണ്ടല്ലോ, ഈ ശിവനെ കെട്ടൂന്ന് പറഞ്ഞ ഒറ്റക്കാലി തപസ് ചെയ്തോണ്ടാ. ശിവമാൻ പറഞ്ഞത് സത്യം തന്നെയാ. ഇവിടെ വന്നായി വൃത്തികെട്ട മനുഷ്യൻ ചോറിനാൻ സമ്മതിക്കൂലെന്ന്. അവൻ കയ്യിന്നിട്ട് പറഞ്ഞതാ. എന്നാ ഞാൻ കാലേന്നിട്ട് പറയട്ടാ. നിന്നെ ഇത്ര നേരം ഇവിടെ ഇരുത്തിയതേ നിന്റെ അച്ഛൻ ഒരുത്തനോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ്. ഇനി നീ ഇവിടെ ഇരുന്നാ എനിക്ക് അയാളോട് വെറുപ്പാകും. അയാളെ വെറുക്കാൻ എനിക്ക് പറ്റില്ല. എനിക്കവിടെ എടാ, എനിക്ക് ഇതിനകത്തുനിന്നാ. അതിന് ഞാനെന്ത് വേണം? ഫോൺ. ഹലോ, എന്റെ അണ്ണ ഒന്ന് വേഗം വാ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്ഷൻ പ്ലാൻ ചെയ്യണ്ടേ? അല്ല, 3 ലക്ഷം എന്റെ കയ്യിലുണ്ട്. 2.25 ലക്ഷം ഇവിടെ കിട്ടുമെന്നോ? ആർക്ക്? അണ്ണത് ഞാനാണ്, ജാങ്കോ. കുറെ വെള്ളം എടുത്തോടെ സ്റ്റോങ് വിട്. പറഞ്ഞത് കേട്ടാ? കേട്ടു സാറിന് പറയടാ. ഓ, എന്തിനാണ് അവനിട്ട് ഇങ്ങനെ അടിക്കണത്? ഇപ്പൊ തന്നെ അവനൊരു 4 ആളുടെ പണി എടുക്കില്ല. അതിന് 8 പേർക്കുള്ളത് അവൻ ചെലുത്തുന്നുണ്ട്. അത്രയ്ക്ക് ദണ്ണമാണ് നീ സത്യാഗ്രഹി വരടെ. സാറിനൊരു സർബത്തുണ്ടോടെ? വരത്തന്മാര് കൊത്തി കൊത്തി മുറത്തി കയറി അല്ലേടേ മാരി. ആരടാ വരത്തൻ? കുണ്ടും കുളവുമായി കിടന്നിരുന്ന ഈ വയല് കല്ലും മണ്ണോട്ട് നിർത്തിയത് എന്റെ അപ്പൻ അവറാനാ. അങ്ങേരുടെ പ്രതിമയായിരുന്നു ഇവിടെ വെക്കേണ്ടിരുന്നത്, അല്ലാതെ ഈ തവളയുടേതല്ല. വരുത്തന്മാര് പോലും വരുത്തന്മാര്. സിനിമാ നടൻ വരണം. എടാ ഭരത് കൊടുമ്പാറേ, നിന്റെ മാവ് പൊന്നായി പോവുള്ളൂടാ. അണ്ണ ഒരു സ്ട്രോങ് ടീ. കുടുംബാറേ, നീ എന്താ വായുകുളിക്കട ബിസിനസിന് പോയണ? ഏതാ പുതിയ പടം? നമ്മുടെ ലാൽ ജോസിന്റെ, നമ്മുടെ സ്വന്തം പയ്യനല്ലേ. ഏത് നമ്മുടെ മീശമാധവൻ എടുത്ത് ഹിറ്റാക്കിയ ആളാ. ഈ അങ്ങനെ കുഴപ്പത്തിലാക്കുക. അത് കുഴപ്പമില്ല, ഇപ്പൊ അങ്ങനെ പട്ടാളോടത്ത് ഫ്ലോപ്പ് ആക്കിയതാണ്. എടാ, ഇത്തവണയെങ്കിലും നിന്റെ ഓഞ്ഞ മുഖ സ്ക്രീനിൽ കാണുന്നെന്ന് നീ ലാൽ ജോസിനോട് പറ. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്കും കാണാൻ ഒരു ചായ. എന്തോടാ ഒരു ഉപ്പ് രസം? അവന്റെ കണ്ണീരിന്റെ ഇരിക്കും. നീ പോടാ. 2 കൂട്ടം കൊടുത്തപ്പോ ഇതുവരെ ഇല്ലാത്ത ഒരു ടേസ്റ്റ്. ഒരു സോങ്ങും കൊടുക്കണം. എന്തോ നന്നാ, എത്ര നേരം. ജാങ്കോ, നീ ഒറ്റ ഒരുത്തനെ എങ്ങനെ വഷളാക്കണം? നീ പോടെ. വിട്ടല്ലടാ, അവൻ എന്റെ അച്ഛനെ പോലെ രാഷ്ട്രപിതാവാൻ പഠിക്കല്ലേ. നീ +1 അല്ലേ? പോയി നന്നായിട്ട് പഠി, എന്നിട്ട് വേണം ഈ പ്രതിഭ പോലെ നിൽക്കാൻ. പ്രതിമയായിട്ട് നിന്റെ അച്ഛനെ കൊണ്ടു നിർത്തിയാൽ മതി. അല്ല, ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ പോയി. നീ പോ. കാര്യങ്ങളൊക്കെ എന്തായി? അണ്ണാ പ്ലാനിങ് പശോട്ടുള്ളതാ. കഴിഞ്ഞ തവണത്തെ പോലെ പ്ലാൻ പൊളിഞ്ഞു നിന്റെ അന്തിയായിരിക്കും കേട്ടാ. ഇത് മുതലി, ഇത് ടീച്ചറുടെ വീട്, ഇത് ഹോസ്റ്റലിൽ. മൊറാർജി ദേശായി മൂത്രം കുടിച്ചിട്ടുണ്ട്, വേറെ ആരെ കൊണ്ട് കുടിപ്പിച്ചിട്ടില്ല. അതും സർബത്തിലൊഴിച്ച്. അണ്ണനങ്ങനെ കണ്ട് ഇത് ജാങ്കോക്ക് 1000 കണ്ണ്. കണ്ണായത് ഭാഗ്യം. ഇത് കണ്ടാണ് എന്റെ തലയിലെ മുഴ. ഗതികേട് കൊണ്ടല്ലേ അവന്റെ കെച്ചിൽ ഓരോ നിക്കണത്. എന്റെ തല എപ്പോ കണ്ടാലും അയാൾക്ക് കൊട്ടണം. എന്നാലും സർബത്തിൽ മൂത്രമൊഴിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ എന്റെ അണ്ണ, തൊഴിലാളിയെ എനിക്ക് പ്രതികരിക്കാൻ ദൈവം തന്ന ഈ ഒരു ആയുധം എന്റെ കയ്യിലുള്ള അണ്ണ. അത് വെച്ച് ദിവസേന ഒരു സർബത്തം കൊടുക്കും. അപ്പൊ അണ്ണ, ഞാൻ പ്ലാൻ ചെയ്തനുസരിച്ച്
ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് നമ്മളെന്താ KPCC മീറ്റിംഗിനാണ് പോണത്? അത് പറ്റാതിരിക്കാനാണ് ഈ പ്ലാൻ. തെറ്റ് നാട്ടുകാരടുത്ത് കൈവയ്ക്കും. എന്നാ പറ. പട്ടിയണ്ട. പട്ടിയും കൊണ്ട് കിടക്കാൻ ഞാൻ എന്താ CID മൂസ? ടീച്ചറിന്റെ വീട്ടിൽ പട്ടിയുണ്ടെന്ന് വിളിച്ചു ചോദിക്കാം. ആ ടീച്ചറിന്റെ അടുത്താ? അല്ല, കരി. ഇങ്ങനെന്തിന് പല്ലിയേക്കാൻ പോണ? ആ കരിഷ്മ ശിവേട്ടനാണ്. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ കിട്ടിയിരിക്കും. അയ്യോ വെക്കല്ലേ. പിന്നെ ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ഈ ടീച്ചറിന്റെ വീട്ടിൽ പട്ടിയുണ്ടോ? പട്ടിയുണ്ടോന്ന് ഇല്ലെന്ന് പറഞ്ഞേക്ക്. ഇല്ല. എന്താ പേടിയുണ്ടോ? പേടിച്ചിട്ടൊന്നുമല്ല. പട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു. ഇല്ല. അയ്യോ ത്രില്ല് പോയി. ഓക്കെ, ഞാൻ മാനേജ് ചെയ്തോളാം. എന്നെ വെച്ചാണല്ലേ. അപ്പോൾ സാധാരണ പോലെ ഇപ്പൊ തന്നെ SMS ഡാൻസിന് അയച്ചുവിട്ടേക്ക്. ക്വസ്റ്റ്യൻ വളരെ എളുപ്പമല്ലേ, എല്ലാവർക്കും അറിയാവുന്ന. മഴ വരുന്നു തോന്നുന്നുണ്ട്. തുണി വല്ലതുകൊണ്ട് പുറത്തു നിർത്തും. ശരി. മുട്ടിഞ്ഞ കനം. അല്ല യൂണിയൻകാരെ കൂടി വിളിക്കായിരുന്നു. ഇന്നെങ്കിലും ഒരു ദിവസം പണിയെടുത്ത് ജീവിക്കണ. നീ അപ്പിടാനിരിക്കണോ? അപ്പേ വാ കേറ്. എന്താ കോവിലിൽ പോവാൻ പോണ? വേഗം കേറ്. അണ്ണാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പട്ടിയെ പോലെ ഓരിടും. അപ്പോഴേ കലിപ്പായെന്ന് കരുതിക്കോണേ. ഓ ഇലക്ട്രിക് കമ്പിയിൽ തങ്ങല്ലേ. അണ്ണാ ഒരു ടാറ്റ. ടാറ്റാ. പട്ടി ഇല്ലാന്ന് പറഞ്ഞിട്ട്. അല്ല നിന്നാരാ പട്ടിയായിട്ട് കൂട്ടിരിക്കണല്ലേ? ഇപ്പൊ നീ പുട്ടി. ഒരു നാൾ നീയും അച്ഛനെ പോലെ വളരും വലുതാകും. അപ്പൊ നീ പട്ടി. ശബ്ദമൊക്കെ ഉണ്ടാക്കുക. നീ ഡീറ്റീസാ? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. പട്ടിയുടെ കുറയല്ലേ കേട്ടത്? അപ്പൊ പട്ടി ഉണ്ടാ? ദൈവമേ അങ്ങനെ കാത്തോണേ. ഈശ്വര എന്റെ കുണ്ടി. അവിടെ എന്തെത്ര നോക്കാൻ. ഇതാരും ഇവിടെ കൊണ്ടുപോയി. ഞാൻ തന്നെയാണല്ലേ. തൊണ്ടിയൊക്കെ എടുത്ത് മാറ്റി. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. അയ്യോ കപിൽദേവ് എങ്ങോട്ട് പോകും? എന്താണ് അവിടെ? എന്റെ മെഡിൽ സ്റ്റംപ് തെറിക്കുന്ന ഉറപ്പായി. രാത്രി ആയാലും കിടത്തി ഉറക്കില്ലേ? ഇന്നലെ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോ മൊബൈൽ ഇവിടെ എവിടെയോ പോയ പോലെ തോന്നി. അന്ന് നോക്കാന്ന് വിചാരിച്ചു വന്നതാണ്. നമ്പർ എത്രയാടാ? 0471 31,4547. മര്യാദയ്ക്ക് പറയടാ. 310447. ഒടുക്കത്തൊരു മൊബൈൽ ഫോൺ. ഇന്നലെ പോയ ഫോണാണ് സാർ. എന്റെ പോക്കറ്റിൽ നിന്ന് തന്നെ എടുത്തല്ലേ? എന്നാ പിടിച്ചോ സാറേ. ഫോറടിച്ചാ മതി. സാറേ ഒരു മിനിറ്റ് സാറേ. എന്താടാ?
ഇതിന് ഉറക്കൂലേ? ആ കൊച്ചിനെ കളിപ്പിച്ച് അവിടെ ഇരുന്നാ പോരെ. അയ്യോ പാമ്പുണ്ടോ? ഓസാണോ?